കൃത്യം 11 മണിക്ക് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വാഹനം ഞാനിപ്പോൾ നിൽക്കുന്ന പമ്പ ഗണപതി കോവിലിന് പിൻഭാഗത്തേക്ക് എത്തും. അവിടെ നിന്ന് കാൽനടയായി രാഷ്ട്രപതി പമ്പ ഗണപതി കോവിലിലേക്ക് പോകും. അതിനുശേഷം കെട്ടുനിറ മണ്ഡപത്തിലെത്തുന്ന രാഷ്ട്രപതി ആചാരപരമായി ഇരുമുടിക്കെട്ട് നിറയ്ക്കും. പിന്നെ പമ്പാ ഗണപതിയെയും ഉപദേവതാ ക്ഷേത്രങ്ങളെയും ദർശനം നടത്തും. 11:10 പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതുതായി വാങ്ങിയ ഈ ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര ചെയ്യുക. രാഷ്ട്രപതിയെയും ഡ്രൈവറെയും കൂടാതെ 4 ഉദ്യോഗസ്ഥർ കൂടി ഈ വാഹനത്തിലുണ്ടാകും. അതിന് പിന്നാലെ കേരള ഗവൺമെന്റ് സഞ്ചരിക്കുന്ന വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനവും ഉണ്ടാകും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 2 വഴി പോകാം. പരമ്പരാഗത പാതയായ നീലിമല, അതായത് ഈ പാത. തൊട്ട് സമീപത്തുള്ളത് സ്വാമിയപ്പൻ റോഡ്. സ്വാമിയപ്പൻ റോഡ് വഴിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത്. പമ്പയിൽ നിന്ന് പ്രത്യേക ഗൂർഖ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന രാഷ്ട്രപതി നേരെ എത്തുന്നത് ഈ കാണുന്ന ദേവസ്വം ഓഫീസ് കോംപ്ലക്സിലാണ്. 11:50 രാഷ്ട്രപതി ഇവിടെ എത്തും. അതിനുശേഷം 30 മിനിറ്റ് രാഷ്ട്രപതി ഓഫീസ് കോംപ്ലക്സിലുണ്ടാകും. ഹോട്ട്മെയിൽ അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. തത്വത്തിൽ ഇതൊരു രാഷ്ട്രപതി ഭവന് സമാനമാകും. ഇരുമുടി തലയിലേന്തി ഓരോ പടികളും തൊട്ടുവണങ്ങിയാകും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പ്രവേശിക്കുക. 12:20 18-ാം പടി ചവിട്ടി രാഷ്ട്രപതി ഈ വഴിയിലൂടെ സോപാനത്തേക്ക് കടക്കും. അവിടെ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. രാഷ്ട്രപതി ഉച്ചപൂജയിൽ പങ്കെടുക്കും. ആ സമയത്ത് 10 പേർക്ക് മാത്രമായിരിക്കും അവിടെ നിൽക്കാൻ അവസരമുണ്ടാവുക. ദർശനം പൂർത്തിയാക്കുന്ന രാഷ്ട്രപതി നേരെ പോകുന്നത് താൽക്കാലിക രാഷ്ട്രപതി ഭവനിലേക്കാണ്, അതായത് ദേവസ്വം കോംപ്ലക്സിലേക്ക്. അവിടെയാണ് ഉച്ചഭക്ഷണം. അതിനുശേഷം 3 മണി വരെ രാഷ്ട്രപതി അവിടെ ഉണ്ടാകും. 3 മണിക്ക് തിരിച്ച് പമ്പയിലേക്ക് മടങ്ങും.